ഹലോ, ഹാപ്പി ലഞ്ച് ടൈം. അപ്പോൾ ഈ 3 ഐറ്റംസാണ് ഇന്ന് ഉച്ചയ്ക്ക് കുക്കിങ്ങിനായിട്ട് എടുക്കുന്നത്, ലഞ്ചിനായിട്ട്. ക്യാബേജ്, നെമ്മീൻ, ചക്ക, ഇത്രയാണുള്ളത്. അപ്പോൾ ഇത് വെച്ചാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷൻ. ആദ്യം നെമ്മീൻ കറി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അതിനകത്ത് തേങ്ങ ഇട്ടതിന് ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുഞ്ഞുള്ളിയൊക്കെ ഇട്ട്, കുറച്ചെന്ന് വെച്ചാൽ 3 കുഞ്ഞുള്ളിയൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അരയ്ക്കാനായിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം അത് ചട്ടിയിലോട്ട് ഒഴിച്ചിട്ട് അതിലേക്ക് തക്കാളി, പച്ചമുളക്, മാങ്ങ, ഉപ്പ് ഒക്കെ ചേർത്തിട്ട് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു. മീൻ കറിക്ക് വെള്ളം ദേശം കൂടി പോയില്ലേ എന്നൊരു സംശയം. തിളച്ച് വരുമ്പോഴത്തേക്കും റെഡിയാവുമായിരിക്കാം. എന്തൊക്കെയാണേലും വരുന്നെടുത്ത് വെച്ച് കാണാം. അത് അത്രയേ ഉള്ളൂ. അതൊന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും അടുത്ത അടുപ്പിലോട്ട് ഞാൻ ചക്ക റെഡിയാക്കാനായിട്ട് വെച്ച് കൊടുത്തു. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയും വെള്ളവും ഉപ്പുമായിട്ട് കുക്കറിലോട്ട് വെച്ച് അതങ്ങ് അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചു. കുരുവൊക്കെ ചുരണ്ടിയായിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്ത് അരപ്പൊക്കെ ചേർക്കും. അത് കുരുവൊക്കെ കൂട്ടുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഈ ചുരണ്ടാനൊന്നും വയ്യാത്തതുകൊണ്ട് ഇച്ചിരി ടേസ്റ്റ് കുറച്ച് കഴിച്ചാൽ മതി എന്ന് വിചാരിച്ചു. അപ്പം ചക്കയൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം അടുത്ത അടുപ്പിലോട്ട് ഞാൻ കുറച്ച് താളിക്കാൻ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ക്യാബേജ്, സവാള, തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം എല്ലാം കൂടെ മിക്സ് ചെയ്തത് അതിലോട്ട് വെച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ മീനൊന്ന് വറുക്കാനായിട്ട് അരപ്പൊക്കെ തേച്ച് മിക്സാക്കി ഞാൻ അങ്ങോട്ട് ഒരു സൈഡിലോട്ട് മാറ്റി. സാധാരണ കുക്കിങ്ങിന് മുന്നേ തുടങ്ങുന്നൊരു പരിപാടിയാണ് ഈ മീൻ വറുക്കാനായിട്ട് മസാലയൊക്കെ പുരട്ടി മാറ്റി. അതിനുശേഷം ഞാൻ എന്താ നമ്മുടെ കറി തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് മീനിൻ്റെ പീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ചേ പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുള്ളത് ക്ലീൻ ചെയ്താൽ നമുക്ക് എല്ലാം കൂടെ കൂന കൂടി കിടക്കത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ വൈകിട്ടാവും അത് ക്ലീൻ ആകുമ്പോഴത്തേക്കും. കാരണം കൂന കൂടി കിടക്കുന്നുണ്ട് ആർക്കായാലും ഒരു മടുപ്പുണ്ടാവും. അതിനിടെ ആയതുകൊണ്ട് ഒരു സാധനങ്ങളൊക്കെ ആയിട്ട് വന്നേക്കുവാണ്. അവൻ തന്നെ കത്രികെടുത്ത് കട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. പ്രാവശ്യം കൈ കിട്ടിയേക്കുന്നത് നമ്മുടെ കണ്ണാടിയൊക്കെ തുടയ്ക്കുന്ന ചെറിയ ക്ലോത്തില്ലേ, അതാണ് ആൾക്ക് കിട്ടിയേക്കുന്നത്. പുള്ളിക്കാരനെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഞാൻ തലേന്നത്തെ ചോറാണ് കേട്ടോ, അതൊന്ന് എടുത്ത് കഴുകി ഊറ്റി ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ച് കൊടുത്തു. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ചക്കയൊന്നും ഉടയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ് കണ്ടില്ലേ, എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം. ഇതിനകത്താണ് ഞാൻ വെജിറ്റബിൾസ് അരിയുന്നത്, തേങ്ങ തിരുവുന്നതിനെടുക്കും, പിന്നെ ഇങ്ങനെ ചൂട് സാധനങ്ങൾ എടുത്ത് വെക്കാനായിട്ട് ഉപയോഗിക്കും, പിന്നെ മെയിൻലി ചപ്പാത്തി പരത്താൻ ഉപയോഗിക്കും. അങ്ങനെ എല്ലാത്തിനും കൂടെ ഒരു മൾട്ടി പർപ്പസ് തിങ് ആണ്. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ചിലപ്പോഴൊക്കെ മീൻ കണ്ടിച്ച് അതിനകത്തോട്ടെടുത്ത് വൃത്തിയാക്കിയൊക്കെ വെക്കാനും ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു പാത്രത്തിൽ തന്നെ എല്ലാം ഒതുങ്ങുമല്ലോ എന്ന് വിചാരിച്ചു നേരത്തുണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താണ്ട് ചക്കയ്ക്കുള്ള അരപ്പൊക്കെ താണ്ട് മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുത്തു കേട്ടോ. പക്ഷേ ഉടച്ചപ്പോഴാണ് മനസ്സിലായി അധികം വെന്തട്ടില്ല എന്ന്. അതുകൊണ്ട് ഞാൻ അരപ്പം കൂടെ വെച്ച് ഒന്നുകൂടെ വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ നല്ല നമ്മുടെ മീൻ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും കുറച്ച് ഉലുവാപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ ചെറിയ തീയിലിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിക്കാൻ വെച്ച് കൊടുത്തു. മീൻ കറി എന്നാലും വെള്ളം പൂലിരിക്കുന്നു കേട്ടോ, എന്നാലും കുഴപ്പമില്ല. ബാക്കി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മീൻ പൊരിച്ചതിഞ്ഞ് മാറ്റി. ചക്ക നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാനൊന്ന് ഉടച്ചു കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ ഉച്ച ജോലിയും കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ. ഹലോ, ഹാപ്പി ലഞ്ച് ടൈം. അപ്പോൾ ഈ 3 ഐറ്റംസാണ് ഇന്ന് ഉച്ചയ്ക്ക് കുക്കിങ്ങിനായിട്ട് എടുക്കുന്നത്, ലഞ്ചിനായിട്ട്. ക്യാബേജ്, നെമ്മീൻ, ചക്ക, ഇത്രയാണുള്ളത്. അപ്പോൾ ഇത് വെച്ചാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷൻ. ആദ്യം നെമ്മീൻ കറി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അതിനകത്ത് തേങ്ങ ഇട്ടതിന് ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുഞ്ഞുള്ളിയൊക്കെ ഇട്ട്, കുറച്ചെന്ന് വെച്ചാൽ 3 കുഞ്ഞുള്ളിയൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അരയ്ക്കാനായിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം അത്